നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം. യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ ഇന്നലെ റയൽ മാഡ്രിഡ് വിജയിച്ച് കയറി 5-1. പക്ഷേ മാഞ്ചസ്റ്റർ സിറ്റി 4-2 PSG പൊട്ടുകയായിരുന്നു. 2 ഗോളിൻ്റെ ലീഡുണ്ടായിട്ട് ആ 2 ഗോൾ ലീഡ് നഷ്ടപ്പെടുത്തി 4 ഗോൾ തിരികെ വാങ്ങി തോറ്റു പോവുക. പെപ് ഗാർഡിയോളക്കും സംഘത്തിനും ഇതെന്തു പറ്റി? ഇനി ഈ യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ അവർക്ക് സാധ്യതയുണ്ടോ എന്നൊക്കെ ആരാധകർ ഉറ്റുനോക്കുമ്പോൾ അങ്ങ് മാഡ്രിഡിൽ നിന്ന് ഒരു ശബ്ദം, യെസ്, കാർലോ ആഞ്ചലോട്ടി. കാർലോയുടെ നിരീക്ഷണത്തിൽ ഇപ്പോഴും ഈ യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ കിരീട സാധ്യതയുള്ള ടീമാണ് മാഞ്ചസ്റ്റർ സിറ്റി. ടൈറ്റിൽ കണ്ടൻഡറാണ് ഇപ്പോഴും മാഞ്ചസ്റ്റർ സിറ്റി എന്ന് അദ്ദേഹം പറയുകയാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്കൊന്ന് പോകാം. ഐ തിങ്ക് മാഞ്ചസ്റ്റർ സിറ്റി ആർ വൺ ഓഫ് ദി കാൻഡിഡേറ്റ്സ് ടു വിൻ ദി ചാമ്പ്യൻസ് ലീഗ്. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു മാഞ്ചസ്റ്റർ സിറ്റി ഇത്തവണത്തെ കിരീട സാധ്യതയുള്ള ടീമുകളിൽ ഒന്നാണ്. അതേസമയം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ടോപ്പ് 8 എന്നുള്ളത് ഇനി ഓൾമോസ്റ്റ് ഇമ്പോസിബിളാണ്. ബ്രസ്റ്റിനെതിരെയുള്ള ഞങ്ങളുടെ കളി ഞങ്ങൾ വിജയിക്കണം, പിന്നെ എന്ത് സംഭവിക്കുമെന്നുള്ളത് കാത്തിരുന്ന് കാണാം എന്നാണ് ആഞ്ചലോട്ടി അവരുടെ ടീമിൻ്റെ കാര്യത്തെക്കുറിച്ച് പറയുന്നത്. സോ സിറ്റി ഇപ്പോഴും കിരീട സാധ്യതയുള്ള ടീമാണ് എന്ന് പറഞ്ഞാൽ അത് ആഞ്ചലോട്ടി അവരുടെ ടീമിൻ്റെ ശക്തി ദൗർബല്യങ്ങൾ നോക്കി തന്നെ പറഞ്ഞതായിരിക്കണം. എന്നാലും ഇപ്പോഴത്തെ അവരുടെ സാധ്യത വളരെ കുറവാണെന്നതല്ലേ യാഥാർത്ഥ്യം. 25-ാം സ്ഥാനത്താണ് അവരുള്ളത്. 7 കളികളിൽ നിന്ന് 2 കളികളാണ് വിജയിച്ചത്. 2 കളികൾ സമനില, 3 തോൽവി, 8 പോയിൻറ്റ്, 25ാം സ്ഥാനത്താണ് അവരുള്ളത്. അവർക്ക് അവിടെ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ടോപ്പ് 24 എത്തണം. ഇപ്പോൾ 25 ആണെങ്കിൽ പുറത്താണ്, പ്ലേ ഓഫ് പോലും കളിക്കാൻ പറ്റില്ല. ടോപ്പ് 8 നേരിട്ട് റൗണ്ട് ഓഫ് 16. 9ാം സ്ഥാനം മുതൽ 24ാം സ്ഥാനം വരെയുള്ള ടീമുകൾക്ക് പ്ലേ ഓഫ് കളിക്കാം. സോ ആ പ്ലേ ഓഫ് സ്പോട്ടിൽ പോലുമല്ല ഇപ്പോഴുള്ളത്. ശേഷിക്കുന്ന മത്സരം സിറ്റിക്ക് വിജയിക്കണം, എങ്കിൽ മാത്രമേ ഇനി എന്തെങ്കിലും സാധ്യത അവർക്ക് നിലനിർത്താൻ പറ്റുകയുള്ളൂ. അതേസമയം ആഞ്ചലോട്ടി പറഞ്ഞു തൻ്റെ ടീം ടോപ്പ് 8 എത്തില്ല എന്ന്. പക്ഷേ അതിൽ അർത്ഥമൊന്നുമില്ല. അത് അദ്ദേഹം ഒന്ന് സ്റ്റേ ഹമ്പിൾ ആയതാണോ എന്നാണ് സംശയം. കാരണം ഇപ്പോൾ റയൽ മാഡ്രിഡ് ഉള്ളത് 16ാം സ്ഥാനത്താണ് എന്ന് പറയുമ്പോൾ റയലിന് 7 കളികൾ 12 പോയിൻറ്റ്. ഇപ്പോൾ 8ാം സ്ഥാനത്തുള്ള ടീമിൻ്റെ പോയിൻ്റ് എത്രയാണെന്ന് അറിയാമോ? ഇപ്പോൾ 8ാമതുള്ള ടീം ബയർ ലെവർക്യൂസൻ 7 കളി 13 പോയിൻറ്റ്. സോ റയൽ ഒരേ ഒരു പോയിൻ്റാണ് 8ാം സ്ഥാനത്തുള്ള ടീമിനേക്കാൾ കുറവുള്ളത്. അപ്പോൾ ആഞ്ഞു പിടിച്ചാൽ ഒരു പക്ഷേ ഇപ്പോഴും സാധ്യതയുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തായാലും സിറ്റിയുടെ കാര്യത്തിൽ ആരാധകർക്ക് വലിയ നിരാശയുണ്ട്. ഇങ്ങനെ സിറ്റിയെ കാണുന്നതിൽ എന്തായാലും അവർക്ക് ഒട്ടും സംതൃപ്തി ഉണ്ടാവില്ല. തിരികെ വരാൻ കഴിയുമോ സിറ്റിക്ക്? കാത്തിരുന്ന് കാണാം. വീഡിയോ സാധിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.